കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് ഗോൾഡിനെയും ഇക്വിറ്റീസിനെയും ഈവൻ ബിറ്റ്കോയിനേക്കാൾ കൂടുതൽ റിട്ടേൺ തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. പലർക്കും അറിയായിരിക്കും, സിൽവർ മ്യൂച്വൽ ഫണ്ടുകളും സിൽവർ ETF-കളുമാണ് ആ പ്രൊഡക്റ്റ്. ഈ കയറ്റം അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് തരുന്ന നിലപാട് എത്രത്തോളം കാലം ഈ സിൽവറുകൾക്ക് തരാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം. ഇതിൽ ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം റിട്ടേൺ, എന്തൊക്കെ റിസ്കുകളാണുള്ളത്, ഇത് എത്രത്തോളം കാലം ഇതേപോലെ തുടരും, നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ദി വീഡിയോ. കഴിഞ്ഞ 12 മാസമായി ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ ETF-കൾ തന്നുകൊണ്ടിരിക്കുന്ന റിട്ടേൺ 250% രൂപയാണ്. 1 ലക്ഷം രൂപ ഒരു വർഷം മുൻപ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ 1 ലക്ഷം വളർന്ന് 3,50,000 രൂപ വരെ ആയനെ. അതായത് 250% റിട്ടേൺ ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക. ഇതേ റിട്ടേൺ ഇതേപോലെ തുടരാൻ എന്തൊക്കെ സാധ്യതകളാണുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് സിംഗിൾ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഈവൻ സിപ്പായിട്ട് മന്ത്ലി ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് പോലും അത്യാവശ്യം ഹൈ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അല്ല, നിങ്ങളൊരു സിംഗിൾ ടൈമിൽ തന്നെ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു വർഷം മുൻപിലെങ്കിൽ ഇൻക്ലൂഡിങ് ആ 1 ലക്ഷം രൂപയും കൂടെ ചേർത്തി ഇപ്പൊ 3,50,000 രൂപയായിട്ടുണ്ടാവും നിങ്ങളുടെ ടോട്ടൽ ഫണ്ട് ഇൻ ദ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF-കൾ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇത് തരുന്ന ഇതിന്റെ പെർഫോമൻസ് എത്രത്തോളം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇൻ ഫിഗേഴ്സ് ഈ 1 ലക്ഷം 3.5 ലക്ഷം രൂപ വരെ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. സിൽവറിന് വില കൂട്ടുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇത് അറിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് തുടരണോ വേണ്ടയോ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. സിൽവറിനെ വില കൂട്ടുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സിൽവർ നമ്മുടെ പ്രീഷ്യസ് മെറ്റൽ ആണെന്നുള്ളത് പോലെ തന്നെ ഓരോ ആൾക്കാരുടെയും ജ്വല്ലറിയുടെ കൂടെ പാർട്ടാവുന്ന ഒരു അസറ്റ് ആണ് എന്നുള്ളത് പോലെ തന്നെ ഇത് ഇൻഡസ്ട്രിയൽ യൂസിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ സിൽവർ എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കീ ഡ്രൈവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിൽവർ സോളാർ എനർജികളുടെയും ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെയും പല ഇലക്ട്രോണിക് ഗൂഡ്സിന്റെയും പ്രൊഡക്ഷന് ഈ സിൽവർ വളരെയധികം ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തെ ഫാക്ടർ, ഇൻഫ്ലേഷൻ റേറ്റ് നമ്മുടെ കൺട്രിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളെക്കാൾ കൂടുതൽ റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് സിൽവർ ആയതുകൊണ്ടും സിൽവർ വാങ്ങാനും അല്ലെങ്കിൽ സിൽവർ ETF-കളോ മ്യൂച്വൽ ഫണ്ടുകളോ വാങ്ങാനും ആൾക്കാർക്ക് താല്പര്യമേറി പോകുന്നു എന്നുള്ളതും സിൽവറിന്റെ വില കൂട്ടാൻ കാര്യമായിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഗ്ലോബലി നിൽക്കുന്ന അമേരിക്കയുമായി ബന്ധപ്പെട്ട് മറ്റ് കൺട്രികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാറുകളും അതേപോലെ തന്നെ ഡ്യൂട്ടീസിന്റെയും മറ്റ് കസ്റ്റംസ് ഡ്യൂട്ടികളുടെയും ഒക്കെ അമേരിക്ക ഇപ്പോൾ ചുമത്തുന്ന മറ്റ് ഡ്യൂട്ടീസിന്റെയും ഒക്കെ ഹയർ റേറ്റും സിൽവറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടാൻ കാരണമാവുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം. നാലാമത്തെ, ഈ 3 ഫാക്ടേഴ്സ് കൊണ്ടും നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചില ഇൻഡസ്ട്രിയൽ ഗൂഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സിൽവർ വേണമെന്നുള്ളത് കൊണ്ടും ഇതിന്റെ ഇൻഫ്ലേഷൻ റേറ്റിനെ കവർ ചെയ്ത് ഇത് റിട്ടേൺ തരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും ഗ്ലോബലി ഉള്ള അൺസർട്ടൈനിറ്റീസ് കാരണമാവുന്നത് കൊണ്ടും ഇത്രയും ആൾക്കാർ സിൽവർ വേണമെന്ന് പറഞ്ഞ് ഇതിന്റെ പുറകെ പോകുന്നത് കൊണ്ട് ഇതിന്റെ പ്രൊഡക്ഷൻ കുറവും ഇതിന്റെ ഡിമാൻഡ് വളരെയധികം കൂടുതലുമാണ്. ഈ 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് സിൽവറിന്റെ റേറ്റ് കൂടി പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ എത്ര കാലം ഇതിങ്ങനെ കൂടി പോയിക്കൊണ്ടേയിരിക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു അസറ്റും എല്ലാ കാലത്തും ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സിൽവറും ഒരു കാലത്ത് വീഴുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഇതിന്റെ റേറ്റ് കുറയുക തന്നെ ചെയ്യും. അതിൽ സിൽവറിന്റെ റേറ്റ് കുറയാൻ പ്രധാനമായും കാരണമാവുന്ന 4 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഈ ഇൻവെസ്റ്റേഴ്സ് ഇപ്പൊ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഇത്രയും പ്രോഫിറ്റ് കൂടി നിൽക്കുന്നതുകൊണ്ട് സിൽവർ വിൽക്കാൻ തുടങ്ങിയാൽ, മ്യൂച്വൽ ഫണ്ടുകളോ ETF-കളോ വിൽക്കാൻ തുടങ്ങിയാൽ ഇതിന്റെ പ്രോഫിറ്റ് കുറയാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സിൽവറിന്റെ പ്രൊഡക്ഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും സിൽവറിന്റെ പ്രൊഡക്ഷൻ കൂടുകയും ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സിൽവറിന്റെ റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നിലനിൽക്കുന്ന ഈ ടെൻഷൻസ്, വാറും മറ്റു കാര്യങ്ങളും ഈ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ കാരണമായാൽ ഈ ടെൻഷൻസ് കുറയും തോറും ഈ സിൽവറിലുള്ള സാധ്യതകളും അല്ലെങ്കിൽ റേറ്റിന്റെ കാര്യങ്ങളും കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ EV-കളും അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളും സോളാറുകളുടെയും ഡിമാൻഡ് രാജ്യത്ത് കുറയാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ലോകത്ത് കുറയാൻ തുടങ്ങിയാൽ അതിന്റെ പ്രൊഡക്ഷൻ കുറയും, ഓട്ടോമാറ്റിക്കലി സിൽവറിന്റെ യൂസേജും കുറയും, ഡിമാൻഡ് കുറയും, അങ്ങനെ ഇതിന്റെ പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ
ഈ 4 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ നടക്കാൻ സാധ്യത വളരെ കുറവും 2 കാര്യങ്ങൾ നടക്കാൻ സാധ്യത കുറച്ച് കൂടുതലുമാണ്. ഏതൊക്കെയാണ് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ? ഒന്ന്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ലോകത്ത് ഇപ്പം നടക്കുന്ന ഈ വാറുകളും അതുമായി ബന്ധപ്പെട്ട ടെൻഷൻസും അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി അമേരിക്കയെ ചാർജ് ചെയ്യുന്നതും ഒക്കെ കുറയാൻ തുടങ്ങിയാൽ സിൽവറിന്റെ റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അത് നടക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഒരു 50 to 60% സാധ്യത എക്സ്പേർട്സിന്റെ ആർട്ടിക്കിളുകളിലൊക്കെ കാണുന്നുണ്ട്. ഇനി ആൾക്കാർ പ്രോഫിറ്റ് എടുക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പല ആൾക്കാർക്കും 60, 70, ഈവൻ 200% വരെ റിട്ടേൺ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ. അവർ പ്രോഫിറ്റ് എടുക്കാൻ തുടങ്ങിയാലും റേറ്റ് കുറയും. അതിനുള്ള സാധ്യതയും ഒരു 60 to 70% ഉണ്ട്. ഈ 2 കാര്യങ്ങൾ നടന്നാൽ സിൽവറിന്റെ റേറ്റ് കുറയാനുള്ള സാധ്യത കൂടുതലാണെന്നിരിക്കെ സിൽവറിന്റെ പ്രൊഡക്ഷൻ കൂട്ടി കിട്ടുക എന്നുള്ള സാധ്യത ഒരു 10%, 20% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ആർട്ടിക്കിളുകൾ പറയുന്നത്. അതേപോലെ സോളാർ എനർജിയെയും ഇവികളെയും ഇലക്ട്രോണിക്സ് ഗൂഡ്സിന്റെയും ഡിമാൻഡ് ലോകത്തിൽ കുറയുക എന്നുള്ളതും നടക്കാൻ സാധ്യത കുറവാണ്. ഒരു 10 to 20% സാധ്യത മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 4 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലും 2 കാര്യങ്ങൾ നടക്കാൻ സാധ്യത കുറവുമാണ്. നിങ്ങൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് വേണം സിൽവറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഉദാഹരണത്തിന് 22 ജാനുവരിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹൈ ലോസ് സിൽവറിൽ മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് 8%, 9% വരെ ലോസ് ആണ് ഒരൊറ്റ ദിവസം കൊണ്ട് സിൽവറിൽ മാർക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിന് മുൻപത്തെ ദിവസങ്ങളിൽ ഏകദേശം ഒരു 16-ാം തീയതി ജനുവരി മുതൽക്ക് ഒരു 21-ാം തീയതി വരെയുള്ള ജനുവരി നോക്കിക്കഴിഞ്ഞാലും ഈച്ച് ഡേ മിനിമം 5% റിട്ടേൺ സിൽവറിൽ തരുന്നുണ്ടായ സിൽവർ 22-ാം തീയതി മാത്രം പെട്ടെന്നൊരു 8% to 9% ഡിപ്പ് റെക്കോർഡ് ചെയ്യുകയുണ്ടായി. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺട്രീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അമേരിക്കയെ ചാർജ് ചെയ്യാൻ പ്രപ്പോസ് വിചാരിച്ചിരുന്ന ഒരു ഡ്യൂട്ടി ഒഴിവാക്കി കൊടുത്തു എന്നുള്ളൊരു ട്വീറ്റ് US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് ഈ ഒരു 9% കുറയാൻ കാരണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറഞ്ഞു എന്ന് ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് വരുമ്പോഴേക്കും ഒരു 8 to 9% സിൽവറിന്റെ റേറ്റ് കമ്മിയാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നേരെ മറിച്ച് 22 കഴിഞ്ഞ് 23-ാം തീയതി എഗെയിൻ ഒരു 5 to 6% സിൽവർ പ്രൈസ് വീണ്ടും ഗെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ഇനി ഇതിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനുള്ള 1-2 ടിപ്പുകൾ കൂടെ പറയാം. ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിന്, അതായത് ഇന്ന പൈസ ഇട്ട് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ എനിക്ക് ഇത്രയാക്കി എടുക്കാം എന്ന് വിചാരിക്കുന്ന ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിന് ഇത് ഒരു റിസ്കി ഓപ്ഷൻ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് വളരെ വോളട്ടൈലാണ്. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ പെട്ടെന്ന് ഒരു ദിവസം 8% കൂടുന്നു, ഒരു ദിവസം 5% കുറയുന്നു, വീണ്ടും ഒരു 8% കൂടുന്നു. ഇങ്ങനെ ഹൈലി വോളട്ടൈൽ ആയതുകൊണ്ട് ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് വളരെ കരുതി വേണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അവര് എപ്പോഴും മാർക്കറ്റ് വാച്ച് ചെയ്ത് ഇതിന്റെ പ്രോഫിറ്റ് ടേക്കിംഗ് എടുക്കുകയും വേണം. ഇല്ലെങ്കിൽ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇനി ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. റെക്കമെൻഡേറ്ററി മാത്രമാണ്. ഇതൊരു അഡ്വൈസ് ആയിട്ടോ മറ്റൊന്നും എടുക്കരുത്. റെക്കമെൻഡേറ്ററി നേച്ചർ മാത്രമാണ്. കാരണം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ ഇടക്കാലമായിട്ടുണ്ടാവുന്ന ചെറിയ ഷോർട്ട് ഫാളുകളോ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന്റെ കുറവുകളോ അതൊന്നും ബാധിക്കുന്നില്ല. കാരണം അവർ ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ ലോങ് റണ്ണിൽ ഇതുവരെയും കഴിഞ്ഞ ചില ടാറ്റ സിൽവർ പോലെ അല്ലെങ്കിൽ നിപ്പോൺ സിൽവർ പോലെയുള്ള കുറച്ച് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എത്ര കാലം ഇപ്പോൾ കഴിഞ്ഞൊരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിപ്പ് വന്നിട്ടുണ്ടെങ്കിലും എങ്ങനെ ആ ഡിപ്പിനേക്കാൾ പല മടങ്ങ് ഇത് ഹൈറ്റിൽ പോയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആസ് എ ഫൈനൽ റിമാർക്ക്, സിൽവർ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് ഹൈ റിട്ടേൺ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാ കാലത്തും മുകളിലേക്ക് മാത്രമല്ല പോയിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ടേം ലോസുകൾ അത് മാർക്ക് ചെയ്തിട്ടുമുണ്ട്. സോ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ അപ്സും ഡൗൺസും ഇതിനുള്ള കാരണങ്ങളും എത്രത്തോളം ഇത് നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറയാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വിശകലനം ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ സിൽവറിനെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഒരു ബാസ്ക്കറ്റിൽ ഇടരുത് എന്നുള്ളത് പോലെ നിങ്ങൾ FDs ആണ് ഇടുന്നതെങ്കിൽ അല്ലെങ്കിൽ ലാൻഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗോൾഡ് പർച്ചേസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനൊക്കെ പകരം ഒരു ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ കൂടെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ സിൽവർ മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ ETF യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ ഒറ്റ എമൗണ്ട് ലംസമായിട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് SIPs ആയിട്ട് പല തവണകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതയുമുണ്ട്. റിസ്ക് കുറച്ച് കുറവുമാണെന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആശ്രയിച്ച് അല്ലെങ്കിൽ ആലോചിച്ച് മാത്രം നിങ്ങൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആരൊക്കെയാണ് ഇപ്പോൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എത്രത്തോളം നേട്ടം ഉണ്ടാക്കിയെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കും. താങ്ക് യു സോ മച്ച്.